ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനുമായിട്ട് ദൈവം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നുവല്ലോ. ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദാനിയേൽ പ്രവചനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ഭാഗം ധ്യാനിക്കുന്നതിനായിട്ട് ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. പ്രവചനത്തിൻ്റെ ഒരു സൂപ്പർ സ്ട്രക്ചർ എന്നൊക്കെയാണ് ഇതിനെ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമാണത്. ശരിയായിട്ട് ശാന്തമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അപ്രകാരം തന്നെ ആണെന്ന് ഗ്രഹിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. ബാബേൽ പ്രവാസത്തിൽ പോയതായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം, അത് നെബൂഖദ്നേസറിനെ തന്നെ അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചതിൻ്റെ പിൻപിൽ എന്ത് എന്നതൊക്കെ കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്. ബാബേലിനെ അനുവദിച്ചത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കേട്ടതാണ്. പിന്നെ അത് ആവർത്തന വിരസത ഉളവാക്കുന്നതിനാൽ അങ്ങോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ബാബേൽ പ്രവാസത്തിൽ അവരെ പിടിച്ചുകൊണ്ട് പോയി 3 പ്രാവശ്യമായിട്ടാണ് അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയത്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ദൈവം ജീവിക്കുന്നവനാണെന്നും ഓംനിപൊട്ടൻ്റ് ആണെന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെ ആലയം പോലും നഷ്ടപ്പെട്ടു. ആലയത്തിലെ പൊൻവെള്ളിപ്പാത്രങ്ങൾ മർദോക്കിൻ്റെ ക്ഷേത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ദൈവം ജീവിക്കുന്ന ദൈവമാണോ എന്നൊക്കെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള വിധത്തിൽ അവരായി. അപ്പം ഈ ദൈവം നിലനിൽക്കുന്ന ദൈവം, ഗോഡ് എക്സിസ്റ്റ് എന്നതിന് ഉപോത്ബലകമായതൊന്നും അവരുടെ മുൻപിലില്ല. ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ എന്നിവരുടെ മുൻപിലില്ല. ഈവൻ ദെൻ ദേ പ്രിപ്പയർ ടു ബിലീവ് ഇൻ ഗോഡ്. ദർ ഇസ് എ ഗോഡ് who lives. There is a God who is in control of the total universe. ഈ ഒരു കോൺസെപ്റ്റ് ഈ പുസ്തകത്തിനകത്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ കാണുന്നതിനായിട്ട് സാധിക്കും. നമ്മുടെ ഫെയ്ത്ത് എന്നൊക്കെ പറയുന്നത് ഫെയ്ത്തിന് സപ്പോർട്ടീവായ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കണം. സംഭവിച്ച് കഴിയുമ്പോഴാണ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്, നമുക്കുണ്ടാകുന്നത്, അല്ലേ? എല്ലാം കോൺട്രഡിക്ടറി ആയിട്ട്, എല്ലാം പ്രതികൂലമായിട്ട് വരുന്ന പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഫേവറബിളായിട്ട് ഒരു 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 യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റ് അല്ല. ദൈവം ജീവിക്കുന്നുള്ളതിന് അടിസ്ഥാനമായിരിക്കും. നമുക്കൊക്കെ അതാണ് യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റാണ് നമുക്ക്. എന്നാൽ യഥാർത്ഥ ദൈവവിശ്വാസം എന്താണെന്ന് ചരിത്രത്തിൽ തെളിയിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതം പരിശോധിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം യൂട്ടിലിറ്റേറിയൻ അല്ല, ഇതൊരു സാക്രിഫിഷ്യൽ റിലേഷൻഷിപ്പാണ് ദൈവമായിട്ടുള്ളത്. അതിൽ മാത്രമേ ഈ യഥാർത്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ആസ്വാദനവും നടക്കുള്ളൂ. അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടേക്ക് നമ്മുടെ ക്രിസ്തീയ സഭ ഉയർത്തപ്പെടണം. ഈ ക്രിസ്തീയ സഭയുടെ വർധനവിൻ്റെ പിൻപിലുണ്ടായിരുന്നത് ഈ ക്രൂശിൻ്റെ വഴിയിൽ കൂടെ ഒരു സാക്രിഫിഷ്യൽ റിലേഷൻഷിപ്പിലൂടെ ഡിസൈപ്പിൾസ് മൂവ് ചെയ്ത സന്ദർഭത്തിലാണ്. എല്ലാം ത്യജിച്ചു. ദേ ലെഫ്റ്റ് എവറിത്തിങ് ബിഹൈൻഡ് ഫോർ ദ സേക്ക് ഓഫ് ദ ഗോസ്പൽ. എല്ലാം സഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതായത് ക്രൂശിക്കപ്പെട്ടവനെ സാക്ഷിക്കുന്നതിന് വേണ്ടി ക്രൂശിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് ചരിക്കുകയാണ്. അതിന് സപ്പോർട്ടീവായിരിക്കുന്ന ചില വാക്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിലും ശദ്രക്, മേശക്, അബേദ്നെഗോവിൻ്റെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും
ദൈവം ജീവിക്കുന്നവനാണെന്ന് ഒരു തെളിവില്ലെങ്കിലും ദേ പ്രിപ്പയർ ടു ബിലീവ് ഇൻ ഗോഡ്. അതാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ ദൈവത്തെ പറ്റിയുള്ള അവൻ്റെ കണ്ടെത്തൽ. ദൈവം ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇത് നമുക്കുണ്ടോ? ഹൂ ഈസ് ഗോഡ്? വി ആർ വർഷിപ്പിംഗ് ഗോഡ് who he is, because who he is, not what he has done for us. അത് പ്രൈസിങ് ആൻഡ് വർഷിപ്പിംഗ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ദൈവത്തെ ദൈവമായിരിക്കുന്ന തരത്തിൽ കാണുന്നു. ഒന്നും എനിക്ക് ഫേവറബിളായിട്ടൊന്നുമില്ല, ബട്ട് ദൈവമുണ്ട്, ദൈവം ജീവിക്കുന്നു. അവിടം വരെ നമ്മുടെ മനസ്സ് പാകപ്പെടണം. ആണോ? നമ്മുടെ പഠനത്തിലൂടെ സാധിച്ചെടുക്കേണ്ടത് അതാണ്. അങ്ങനെയാണോ? ഈ ദാനിയേലിൻ്റെ പഠനം ആ തരത്തിലേക്ക് നമ്മളെ നയിക്കട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഓരോ അധ്യായം പഠിപ്പിക്കേണ്ടി വരുമ്പോഴും എൻ്റെ സ്ട്രഗിൾ കൂടി വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിളായിരുന്നു. ചില കാര്യങ്ങളൊക്കെ പോയിൻറ്റ്സൊക്കെ അന്വേഷിച്ച സമയത്ത് രാത്രി ഇന്ന് 9 മണി വരെ, രാവിലെ 9 മണി വരെയൊക്കെ ഇരുന്നിട്ടും ചിലതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് വെളിപ്പെടുത്തി തരണേന്ന്. ചിലതൊക്കെ എനിക്കറിയാൻ മേറ്റത് നിങ്ങൾക്കറിയാം, അതെന്നോട് പറയണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിനക്ക് ബോധ്യപ്പെടുന്ന കുറിച്ച് വെക്കണം, നമുക്കതിനോട് ആഡ് ചെയ്യാം. ഞാനൊരു എൻസൈക്ലോപ്പീഡിയ ഒന്നും അല്ലല്ലോ, നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. എനിക്ക് ലഭിച്ചത് പറയുന്നു എന്ന് മാത്രമേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു പാട്ടിൻ്റെ ചരണം പാടിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നത് അടുത്ത പ്രാവശ്യം പാടാം. അതായത് ഒരു ദൈവവൈതലിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഭക്തൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതമാണ്. ഇതുതന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഇതിവൃത്തം അതാണ്. വിശ്വാസ ജീവിതം എന്താണ് വിശ്വാസ ജീവിതം എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇത് എഴുതിയത്. എം ഇ ചെറിയാച്ചൻ എന്ന് പറഞ്ഞ ബ്രദറൻ സഭയിലുള്ള ഒരു ഇവാഞ്ചലിസ്റ്റാണ്. ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചിലയിടത്തൊക്കെ പാടും. ഈ കഴിഞ്ഞ സമയത്ത് ഞാൻ കൊറിയന്നൂർ പ്രദേശത്ത് പാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ മകളുണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞപ്പോൾ ഓടി വന്ന് അച്ഛൻ്റെ കയ്യെ പിടിച്ചു പറഞ്ഞു, എങ്കിലേ ഞാൻ എം ഇ ചെറിയാൻ സാറിൻ്റെ മകളുടെ മകളാണ്. ആ പറഞ്ഞതെല്ലാം ശരിയാണ്. അനുഗ്രഹത്തിൻ്റെ അധിപതി എന്നുള്ള ഗാനം രചിക്കുന്നൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം രചിക്കുന്നതിന് എൻ്റെ പിന്നിലൊരു ബാക്ക്ഗ്രൗണ്ട്. മധുരയിൽ ആരോരും സപ്പോർട്ടില്ലാത്ത ഒരു സ്ഥലത്ത് പോയി പിതാവിന് വേണ്ടി തീവ്രവും തീക്ഷ്ണവുമായ വിധത്തിൽ പ്രവർത്തിച്ച് ലോകത്തോട് യാത്ര പറഞ്ഞ ഭക്തനാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് പോയതായ മനുഷ്യൻ. ചരിത്രമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം സ്വജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് കുറിച്ച് വെച്ച വരികളാണ് ഇത്. വലിയ ട്യൂണൊന്നും ഇല്ലെങ്കിലും നമ്മൾ പാടി ആശ്വസിക്കാൻ കഴിയുന്നതാണ്. എൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ നമുക്ക് ഇന്ന് പാടാനായിട്ട് ശ്രമിക്കാം. ഭക്തരിൽ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ, സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടുതൻ ജീവിതം ചെയ്യുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം ഇത്ര ഭദ്രമാ ജീവിതം വേറെയുണ്ടോ? കഷ്ടതയാകും കടും തടവിൽ ദുഷ്ടലോകം ബന്ധനം ചെയ്യുകിൽ, കഷ്ടതയാകും കടും തടവിൽ ദുഷ്ടലോകം ബന്ധനം ചെയ്യുകിൽ, ഒട്ടും ഭയമെന്നെ അർദ്ധരാത്രിയിൽ സന്തുഷ്ടര ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ അത് പാടുമ്പോൾ അത്
നിർത്തിയാണ് അത് പാടേണ്ടത്. ഒഴിക്കുക വിശ്വാസജീ അങ്ങനെയല്ല. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമ ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമ ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ, സ്വർഗപിതാവിൻ്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന ഭക്തരെ നമുക്കൊരു രീതിയുണ്ട്, അങ്ങനെ നമ്മൾ പാടത്തുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പഠിപ്പിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്കൊരു രീതിയുണ്ട്, അങ്ങനെ ഞങ്ങൾ പാടുകയുള്ളൂ. ഇത് ഈ ജമ്പിങ് ട്യൂണാണ്. അങ്ങനെ നിർത്തി 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 മുറിച്ച് മുറിച്ച് പാടേണ്ടതാണ്. ഈസി ആയിട്ടുള്ള പാട്ടാണ്. എളുപ്പം ഞങ്ങൾ തന്നെ ഒന്ന് പാടിക്കാട്ടെ. ഭക്തരിൻ വിശ്വാസ ജീവി മതി മതി സാറേ, മതി 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 മതി. നമ്മൾ 2-ാമത്തെ അധ്യായമാണല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത്. അതിൻ്റെ 24-ാമത്തെ വാക്യം. ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പാൻ രാജാവ് നിയോഗിച്ച അരിയോക്കിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ബാബേലിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുത്, എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോകണം. ആര് പറഞ്ഞതാണ്? ദാനിയേൽ പറഞ്ഞതാണ്. ഒരു ഭക്തൻ്റെ അഭക്തരോടുള്ള ആറ്റിറ്റ്യൂഡ്, ഒരു ഭക്തന് അഭക്തരോട് ഉള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അല്ലെങ്കിൽ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സൊസൈറ്റിയോട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന് എന്തായിരിക്കണം മനോഭാവം ഉണ്ടായിരിക്കേണ്ടത്? അവർ നശിച്ചു പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അതോ അവരും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഈ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്ന നമ്മളെ പുസ്തകം പഠിപ്പിക്കുന്ന ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും അവൻ മഴ പെയ്യിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ദൈവമക്കളും അനുവർത്തിക്കേണ്ടത്. ഇത് വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ താളുകളിൽ മുഴുവനും പരിശോധിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. ഇവരെ നശിപ്പിക്കരുതെന്ന് ദാനിയേൽ പറയുമ്പോൾ ഈ ദാനിയേലിൻ്റെ മനസ്സിലൂടെ പോയതായിരിക്കുന്ന ചില ചിന്തകൾ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇവർ നശിച്ചു പോയാൽ ജീവിക്കുന്ന ദൈവം ആരാണെന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും അവർക്ക് തിരിച്ചറിയാൻ അവസരം കിട്ടാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ഈ എൻ്റെ ദൈവം, ഞങ്ങളുടെ ദൈവം, ആ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് എന്താണെന്ന് അവർ തിരിച്ചറിയണമെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ ജീവിച്ചേ പറ്റത്തുള്ളൂ, അവർ മരിക്കാൻ പാടില്ല. മറ്റൊന്ന്, ഇപ്പോൾ വന്നതായിരിക്കുന്ന പുതിയ വിദേശികളായിരിക്കുന്ന ഈ 4 പേരോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നന്നായിട്ട് ദാനിയേലിനറിയാം. അവരെ ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നേരത്തെ രാജസന്നിധിയിൽ അവർ പോകുമായിരുന്നു. അപ്പോൾ അവർ എക്സ്ക്ലൂഡഡ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അപ്പോൾ ഇവരെ ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. വേറൊരു കണ്ണുകൊണ്ടാണ് ഇവർ കാണുന്നത്. വേറൊരു ദൈവ സങ്കല്പമാണ് അവരെക്കുറിച്ചുള്ളത്. അപ്പോൾ ദാനിയേലിൻ്റെ മനസ്സിലുള്ളത്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്കിവരെ ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതിനവർ മരിച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഇവരെ ജീവിച്ചിരിക്കണം. നമ്മുടെ വിരോധിക്കുന്ന ആളുകൾ, നമ്മുടെ ശത്രുത വിചാരിക്കുന്ന ആളുകൾ, നമുക്ക് വേണ്ടി ശത്രുത പ്രവർത്തിക്കുന്ന ആളുകൾ, അവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം?
എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വലിയവനാണെന്ന് പ്രവർത്തിക്കുന്നത് അവർ കണ്ട് അവരും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണോ നമ്മുടെ ആറ്റിറ്റ്യൂഡ്? അതോ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണോ, പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്, കണ്ടോ ഇപ്പോൾ എന്ന് പറയുന്നതാണോ നമ്മുടെ മനം? ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ റെഫറൻസ് പറയാം, നിങ്ങൾ വാക്യം പറയണം, നോക്കരുത്, നോക്കാതെ പറയണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം പറഞ്ഞാൽ മതി, റെഫറൻസ് ചെയ്യാൻ പറഞ്ഞല്ലോ. എന്നാ കൊച്ചനൊന്ന് വായിച്ചു കൊടുത്തു, അവർക്ക് ആരും പറഞ്ഞല്ലാത്തൊന്ന് വായിച്ചു കൊടുത്താട്ടെ. എന്തിനാ രക്ഷിക്കപ്പെട്ടത്? ദ പർപ്പസ് ഓഫ് അവർ സാൽവേഷൻ. വായിച്ചു 2-ാം അധ്യായം 10-ാം വാക്യം. എൻ്റെ കുഞ്ഞെ നീ ശരിക്കും വായിച്ചേ, ശരിക്കും വായന തന്നെ വായിച്ചാൽ മതി. വായിച്ചോ. സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളാരാ പറഞ്ഞത്? ഒരുത്തൻ ക്രിസ്തുവിലാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ പുതിയ തമ്പാച്ചനാണ്. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ് എന്നെ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഐ ആം ഓൾറെഡി ഡിസൈൻഡ്, ബട്ട് in Christ Jesus I am redesigned and recreated. I become a new person. For what? അവൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? അപ്പോൾ പിന്നെ അവൻ നശിക്കണമെന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ? അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇതിനാണ് ഈ ദാനിയേൽ പ്രവചനം മാത്രം വായിച്ചു പോകാതെ ദ ടോട്ടൽ ബൈബിളിൻ്റെ കോൺസെപ്റ്റിൽ ആ പിക്ചറിൽ നിന്നുകൊണ്ട് ദൈവവചനം പഠിക്കുന്നു. ദാനിയേൽ പറഞ്ഞു അവർ മരിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, ആരും നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചാൽ ഈ സൃഷ്ടി എന്ന നിലയിൽ സൃഷ്ടികർത്താവ് എല്ലാവരെയും സൃഷ്ടികർത്താവാ. അവരെ സൃഷ്ടികർത്താവിനെ അവർ സൃഷ്ടികർത്താവായി തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് അത് വേറൊരു കാര്യം. ഇനിയും അതിലും നമുക്ക് കുറ്റമുണ്ട്. സൃഷ്ടികർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയായി അവരുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടാ. അപ്പം നമ്മൾ അതിൽ പരാജയപ്പെട്ടാൽ, നമ്മൾ അവരോട് പറയാതിരുന്നാൽ, അവൻ തൻ്റെ അജ്ഞത മൂലം അകൃത്യം മൂലം മരിക്കും. പക്ഷെ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. വേദോസ്തത്തിൽ അങ്ങനെ ഉണ്ടോ സാറേ? ഉണ്ടോ? ഉണ്ട്. എവിടാ? ഉണ്ട്. പക്ഷെ എവിടാന്നൊരു പിടി ഇല്ല. ഈ ചിലരൊന്നും വരാത്ത ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എസെക്കിയേൽ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 7-ാണോ 8-ആണോ നോക്കിയാട്ടെ. ഓർമ്മയിൽ നിന്ന് പറയുന്ന അപ്പം ചിലപ്പം റെഫറൻസ് മാറിപ്പോൾ. എസെക്കിയേൽ 33 അത് തന്നെ, ദ സെയിം. എത്രാമത്തെ സാറേ? 8-ാമത്തെ വാക്യം. അവിടാണ് വിഷയം. ആരാണ് നീ? നീ ആരാ? നീ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുള്ളിയാ. നീ ദൈവത്തിൻ്റെ സ്വന്തമാ. നീ ദാനിയേൽ പ്രവചനം പഠിക്കാൻ വരുന്ന ആളാ. നീ കുർബാന കൊള്ളാൻ വരുന്ന സേവ്യാസംഘത്തിൻ്റെ സെക്രട്ടറിയാ, ഇടവ് മിഷൻ്റെ സെക്രട്ടറിയാ, പള്ളിക്കാരുടെ എല്ലാം വലിയ പുള്ളിയാണ്. പക്ഷേ അവനോട് നീ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തൻ്റെ ആകൃത്യത്തിൽ വരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇത് വല്ലതും വേദോസ്തവത്തിലുള്ളതാണോ? ഇത് വല്ലതും സത്യമാണെന്നോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ടാണ് ക്രിസ്ത്യ കീർത്തനത്തിൽ പാട്ടുള്ളത്. ഏത് പാട്ടാ? വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേഹി പോലും ഇല്ലാതെങ്ങനെ വണങ്ങും ഞാൻ.
വെറും കൈയായി ഞാൻ രക്ഷകൻ സന്നിധിയിൽ നിൽക്കാൻ പോകുമോ? കാരണം എൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. യു കനോട്ട് എസ്കേപ്പ് ഫ്രം ഇറ്റ്. എന്താ നമ്മുടെ റെസ്പോൺസിബിലിറ്റി? ടു മേക്ക് നോൺ ടു അതേഴ്സ് വാട്ട് യു ആർ എക്സ്പീരിയൻസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ എന്താണോ അനുഭവിക്കുന്നത് അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള കടപ്പാട്, ഒബ്ലിഗേഷൻ. യു ആർ ഒബ്ലൈസ്ഡ് ടു ഡു ദാറ്റ്. അത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകരുത്, പോകണം ഇട്ടേച്ച്. ഇഫ് യു ആർ എ ക്രിസ്ത്യൻ അത് ചെയ്തേ പറ്റൂ, ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പൗലോസിൻ്റെ ഒരു ഭാഷ്യം ഓർക്കുന്നുണ്ട് ആരെങ്കിലും? പൗലോസിൻ്റെ ഈ സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യമുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട്. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഐ എം ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. എനിക്ക് അയ്യോ കഷ്ടം, അയ്യോ എന്നാ പറയുന്നത്. നമുക്കോ പിന്നെ വലിയ കാര്യമാണ്. ഇവിടെ വന്നേച്ച് 1.5 മണിക്കൂർ കൊണ്ട് കാച്ചി കുറുക്കി കുർബാന ഇട്ട് വായിലോട്ട് തന്നാൽ അപ്പോഴേ ഞങ്ങൾ രക്ഷപ്പെട്ടു. എല്ലാ ആഴ്ച 1 മണിക്കൂർ കൊണ്ടാണേ അത്രയും നല്ലത്. ഏത് അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ വരണം, എന്തെങ്കിലും ഇതിനകത്തൊക്കെ പങ്കെടുക്കണം, പോകണം. അതൊന്നുമല്ല ആത്മീയത. ഈ പ്രകടനമൊന്നുമല്ല ആത്മീയത എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ക്രിസ്ത്യാനിത്വം, ആത്മീയത എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ചില ആചാരങ്ങളല്ല. ആ ആചാരങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ആന്തരിക ആളത്വമുണ്ട്. ആന്തരിക ആളത്വം. ആ ആന്തരിക ആളത്തിൻ്റെ പ്രകടനങ്ങളായി മാറണം അതൊക്കെ. അത് ആന്തരിക ആളത്വം രൂപപ്പെടണം, ഷേപ്പ് ചെയ്യണം. ഈ പിള്ളേർക്ക് അത് ഷേപ്പ് ചെയ്തരാ. ഇന്നർ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത ആളുകളാണ് ഈ കുട്ടികൾ. ശദ്രക് മേശക് അബേദ്നെഗോ. അതുകൊണ്ട് നോക്കി കുലുങ്ങില്ല. എന്തെല്ലാം സംഭവിച്ചിട്ടും കുലുക്കമില്ലല്ലോ, വാട്ടമില്ലല്ലോ, വെയ്വറിങ് മൈൻഡ് അല്ലല്ലോ. അവരുടെ കൺവിക്ഷനകത്ത് അവർ ഉറച്ചല്ലേ. മുഴുവൻ ഹോൾ പാലസ് ഈസ് ഷേക്കിംഗ്. മുഴുവൻ കൊട്ടാരവും ഇളയുക, ഇൻക്ലൂഡിങ് കിങ്. ലോകത്തെ വിറപ്പിക്കുന്നവൻ വിറച്ച് കിടക്കുക ഇപ്പോഴേ. പക്ഷേ ഈ പിള്ളേർക്ക് വല്ലതും മാറ്റമാണ്. സി, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ഇതാണ് ആത്മീയത. നമ്മൾ എത്ര പേർക്ക് ഇതറിയാം? മുഴുവൻ ഇളകുമ്പോൾ, അതായത് പിടിച്ചു കുലുക്കുന്ന ഇളക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ ദൈവപൈതൽ ആസന്ന ഭാവിയിൽ ചെന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അടിത്തറ കുലുങ്ങിപ്പോകുന്നത് പോലെയുള്ള അനുഭവങ്ങളിൽ നമ്മളായിത്തീരാൻ സാധ്യതയുണ്ട്. പോസിബിലിറ്റീസ് ആർ ദയർ. അവിടെ പതറാതെ കുതറാതെ ചാഞ്ചല്യമേൽക്കാതെ കണ്ട് നിൽക്കാൻ കഴിയുന്നത് അതാണ് ഭക്തി, അതാണ് ദൈവകൃപ, അതാണ് ആത്മീയത. അതിലേക്ക് നമ്മളെ എത്തിക്കണം ദാനിയേൽ പ്രവചനത്തിൻ്റെ പഠനം. ആരുമല്ല, ഒന്നുമല്ല. അവർക്കൊന്നുമില്ലെങ്കിലും അവരാരുമല്ലെങ്കിലും അവരാരും തിരിച്ചറിയുന്നില്ലെങ്കിൽ അവർ പറയുകയാണ്, ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നതിൻ്റെ മുൻപിൽ നിങ്ങളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയാണ്. മൂകമായ ഭാഷയിൽ വിളിച്ചു പറയുകയാണ്, ഞങ്ങളെ ഇവിടെ ആക്കിയതിൻ്റെ പിൻപിൽ നിങ്ങളുടെ സേഫ്റ്റി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മൂകമായ ഭാഷയിൽ അവരോട് പറയുകയാണ്. ആര്? ശദ്രക്കും മേശക്കും. അത് ദാനിയേലാ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാനിയേൽ പറയുന്നു, അവർ മരിക്കരുത്. ഞങ്ങളിവിടെ ഉള്ളപ്പോൾ അവർ മരിക്കാൻ പാടില്ല. എന്നാ ഞാൻ യെശയ്യാപ്രവചനത്തിൽ വാക്യം വായിച്ച് കേൾപ്പിച്ചതാ ഇതിനു മുമ്പ് ഇതുപോലൊരു കോൺടെക്സ്റ്റ് ഞാൻ പ്രസംഗിച്ച സന്ദർഭത്തിൽ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ. നോക്കാതെ പറയണം, ദേശത്തിൻ്റെ കാവൽക്കാരാണ് നമ്മൾ. കാവൽക്കാരാ, രാത്രി എന്താ എന്ന് സെയ്ർന്നൊരു ശബ്ദം കേൾക്കും. നമ്മൾ പാട്ട് പാടും, ദേശത്തിൻ്റെ കാവൽ ചെയ്ത്. എന്ത് രസമാണ് അടിച്ച് പാട്ട് പേറിപ്പിച്ച് പാടിക്കണേ. ദേശത്തിൻ്റെ കാവൽക്കാരനാ ഞാനെന്നുള്ള ഓരോ ക്രിസ്ത്യാനി, ഞാൻ ഉദ്ദേശിച്ച് അച്ഛനും മാത്രമൊന്നുമല്ല, ഈച്ച് ആൻഡ് എവരി ക്രിസ്ത്യൻസ്, യു ആർ ബോൺ അഗൈൻ. നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. യു ആർ റീഡിസൈൻഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇതിനു വേണ്ടിയാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകും. അപ്പോൾ ഓരോ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ ഇങ്ങനെ പൊന്തിക്കൊണ്ട തരുന്നതാണ് ഓരോന്നൊക്കെ, ടോട്ടൽ ബൈബിൾ കോൺസെപ്റ്റ്. അപ്പോഴേ നമ്മുടെ ഈ പഠനം അർത്ഥവത്തായി തീരുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി നേരം
ഇങ്ങനെ ഇതേ തന്നെ നിൽക്കാനായിട്ട് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇത് കാണിച്ചു, ഇന്നും ഇത് കൊണ്ടിട്ടിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ അതൊന്നും പറഞ്ഞു തരാൻ സാധിക്കില്ല. പക്ഷേ ഇത് പറയാതെ കണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് രാജാവ് ചോദിച്ച ചോദ്യമല്ല. രാജാവിൻ്റെ ഇത് വേറൊരു രസം, അതുകൂടെ പറയാതിരിക്കുന്നത് എങ്ങനെ. ഈ കൊച്ചുങ്ങളെ ആരെ കൊണ്ടും ദാനിയേലിനെ കൊണ്ടുവന്നു, മറ്റു 3 പേരെ കൊണ്ടുമില്ല. കൊണ്ടുവന്നപ്പം കൊണ്ടുവന്ന അരിയോക്ക് രാജാവിനോട് ഇൻ്റർപ്രിട്ടേഷനുണ്ട്. അത് നല്ല രസമാണ്. ആ ഇൻ്റർപ്രിട്ടേഷൻ വായിച്ചോ? നിങ്ങൾ വായിച്ചോ? അതിൻ്റെ 25-ാമത്തെ വാക്യം. അതിനകത്ത് എംഫസൈസ് ചെയ്യേണ്ട കാര്യം എംഫസൈസ് ചെയ്തില്ല. എന്താ അവിടെ എംഫസൈസ് ചെയ്യേണ്ട ഒരു പദമുണ്ട്. രാജാവിനോട് എന്ന് അരിയോക്ക് പറയുവാണ്. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. എംഫസൈസ് ചെയ്യേണ്ട പദം വരുമോ എന്നറിയാം. ഇപ്പം ഒരു ശകലം വന്നു. ഞാൻ അതായി എംഫസൈസ്, ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം വന്ന് കണ്ടെത്തിയേ. ഈ ലോക മനുഷ്യൻ്റെ ഒരു പ്രൊജക്ഷനാണ് കാണുന്നത്. സത്യത്തിൽ അങ്ങോട്ട് പറഞ്ഞതാരാ? ദാനിയേലാ പറഞ്ഞു. ദാനിയേൽ അരിയോക്കിനെ കണ്ടെത്തിയതാ. ആണോ? കണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ചിന്തിച്ചെങ്കിലേ ഇങ്ങനൊക്കെ മനസ്സിലാകത്തുള്ളൂ. ടീച്ചേഴ്സിനൊക്കെ മനസ്സിലാകും എളുപ്പം. അരിയോക്കിനെ ദാനിയേൽ കണ്ടെത്തി കാര്യം പറഞ്ഞതാ. പക്ഷേ ക്രെഡിറ്റ് ആർക്കാ? നമ്മുടെ എല്ലാം സ്വഭാവം ഇത്. ഞാൻ നമ്മുടേന്നാ നിങ്ങളുടേന്ന് ഞാൻ പറഞ്ഞില്ല. എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത്. കൊച്ചുമോനെ കേട്ടല്ലോ, നിങ്ങളുടേന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ എല്ലാവരുടെയും എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ സമ്മതിക്കത്തില്ല ഒരിക്കലും. അപരൻ്റെ നമ്മുടെ വിജയത്തിൽ ഒന്നാമത് മറ്റുള്ളവരുടെ പങ്കാളിത്തത്തോടാ ഞാൻ ജയിച്ചെന്ന് സമ്മതിക്കത്തില്ല. കാരണം ഈഗോ ഭയങ്കരമാണ്. ഈ ഈഗോ പ്രൊജക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഇടവകയിലൊന്നും അധികം ആത്മീയ ശുശ്രൂഷ നടക്കാത്തത്. എൻ്റെ കാലത്ത് 50-60 പേര് എൻ്റെ പ്രാർത്ഥനാ കൂട്ടത്തിൽ വന്നെന്നൊന്ന് അറിയണം എനിക്ക്. എന്താ ഇതൊക്കെ? ഒന്നുമില്ല. ഞാൻ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ ഇത്രയും വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല. അഭിമാനിക്കത്തക്കവണ്ണം ഞാൻ ഇപ്പോഴും എന്താണ് പറയുന്നത്, അഭിമാനിക്കത്തക്കവണ്ണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും എനിക്ക് പലതും വായിച്ചാൽ പിടികിട്ടത്തില്ല. മുട്ടുമേ നിന്ന് അവിടെ മണിക്കൂറുകൾ എൻ്റെ പഠനമുറിയിലിരുന്ന് ദൈവസന്നിധി ധ്യാനിക്കും. പല പുസ്തകങ്ങൾ റെഫർ ചെയ്യും. ചിലപ്പോൾ അങ്ങ് ഭയങ്കര ടെൻഷനാണ്. ചിലതൊക്കെ എനിക്കൊരു പ്രത്യേകതയുണ്ട്. എനിക്കൊരു കാര്യം കിട്ടണമെന്ന് വിചാരിച്ചത് കിട്ടണം. അതിനിങ്ങനെ ഒത്തിരി ട്രൈ ചെയ്യും. അവസാനം ഒന്നും കിട്ടാതെ കിടന്ന് ഉറങ്ങിക്കോണം. ഉറങ്ങിക്കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതും കണ്ടോണ്ടാണ് ഉണരുന്നത്. തട്ടി ഉണർത്തും മെസ്സേജ്. ഓ, എന്നാ രസം! ആ മെസ്സേജൊക്കെ പ്രസംഗിക്കുന്നിടത്തെല്ലാം ഒത്തിരി മൂവിങ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവാത്മാവിൻ്റെ. ദൈവത്തിന് സ്തോത്രം. രാജാവിൻ്റെ ഒക്കെ ചെന്നോട്ട് പറയാം, രാജാവേ, തിരുമേനി ആ പാട കുഴപ്പത്തിലൊക്കെയാ. അതെനിക്കറിയാം. ആർക്ക്? അരിയോക്കിനറിയാം. ഇവിടെ കൊലവിളി നടത്തിയ കാര്യം എനിക്കറിയാം. എൻ്റെ കയ്യിൽ കൽപ്പന തന്നിട്ടുണ്ട്. എന്താ? യുവമാരെ എല്ലാം കൊന്നൊടുക്കാൻ കൽപ്പന തന്നിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. തിരുമേനി ഇപ്പോഴത്തെ പ്രോബ്ലം എനിക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ റെസൊല്യൂഷനായിട്ട് ഞാൻ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ക്രെഡിറ്റ് ആർക്കാണ്? എനിക്ക്. ഒരു ക്രെഡിറ്റും നമുക്ക് വേണ്ട. ഇടകമിഷൻ്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ദാനിയേൽ പ്രവചനം പഠിപ്പിക്കാൻ അവസരം കിട്ടും. ഇതങ്ങനെ ദൈവം ഒരുക്കിക്കൊണ്ട് വന്നു അല്ലേ, അല്ലാതെ മറ്റൊന്നുമല്ല. ഞാനിവിടെ 25 കൊല്ലമായി വന്നിട്ട്. ഈ ടൈം ആയപ്പം ദൈവം അങ്ങനെ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു കാര്യം. ഇനിയിപ്പോൾ എനിക്കെന്നതുള്ള ക്രെഡിറ്റ് ഉണ്ടോ? എനിക്കെന്തോ അറിയാഞ്ഞിട്ടാ? ദൈവം ചിലത് വെളിപ്പെടുത്തുന്നു,
ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, എനിക്ക് തന്നിരിക്കുന്ന ബുദ്ധിയും, എനിക്ക് തന്നിരിക്കുന്ന സമയവും ഞാൻ ഉപയോഗിക്കുന്നു. എനിക്കതിനകത്ത് യാതൊരു ക്രെഡിറ്റും ഇല്ല. തമ്പുരാൻ തന്നില്ലെങ്കിൽ ഇതുവല്ലോ എനിക്ക് കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ എല്ലാ മഹത്വം എങ്ങോട്ടാ? ക്രെഡിറ്റ് ഗോസ് ടു ഹിം ആൻഡ് ഹിം അലോൺ. നമ്മുടെ എല്ലാ കാര്യം അതായിരിക്കണം. ക്രെഡിറ്റ് ഗോസ് ടു ഹിം. ചില സന്ദർഭത്തിലുള്ള വലിയ പ്രസംഗമൊക്കെ കഴിഞ്ഞ് 10,000-2,000 പേരൊക്കെ ഉള്ള വലിയ മീറ്റിങ്ങിലൊക്കെ പ്രസംഗം കഴിഞ്ഞ് വരുന്നുണ്ട്. ഒത്തിരി പേര് വന്ന് അപ്രിസിയേഷൻ പറയും. ചിലരങ്ങ് നന്ദി പറഞ്ഞ് തന്നെ കൊന്നുകളയും. ഞാൻ പറയും, ദൈവത്തെ ഓർത്ത് ഇത് പറയരുത്. കാരണം എൻ്റെ കർത്താവിൻ്റെ മഹത്വം മുഴുവൻ പോയി പോകും. ഞാൻ എന്തോ ഉണ്ട്? ഒന്നുമില്ല. ചിലയിടത്തൊക്കെ ഈ ആത്മാക്കൾ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തോ രസമാണ്. സന്താനം അടുത്ത കാലത്തൊന്നും നമ്മുടെ ഒന്നും അങ്ങനെ കാണാനില്ല. നല്ല ആത്മീയ ചൈതന്യം. കൊച്ചുമോൻ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ഒത്തിരി പേര് ഇത് അയച്ചു തന്നു. പഞ്ചാബിലെ ഞാനവിടെ പല സന്ദർഭത്തിൽ പോയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പാടിയ പാട്ട് ആവാസുദായേംഗേ ഹം സാത്ത് ബജായേംഗേ യേശു മഹാനപ്പന. കേട്ടോ പാട്ട്? സുനായേംഗേ ഒരു പാടുന്ന പാട്ടാ. ആരാ? പഞ്ചാബികൾ. തോമാസ് ലീഗ വന്ന പാരമ്പര്യമുള്ള നസ്രാണിക്ക് ഈ പള്ളിയിൽ ഇരുന്നൊന്ന് കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ചൊന്ന് പാട്ടുപാടി ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ആരാധന പറയാൻ, ഹല്ലേലൂയ പറയാൻ നമുക്ക് മടിയാ. ജാതികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ജാതികൾ ദൈവത്തെ ആരാധിക്കുന്നു. വലിയ റിവൈവലാണ് നടക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ. നമ്മുടെ തെക്കൻ ഏഷ്യയിൽ മുഴുവൻ നടക്കുന്നു. ഭയങ്കര ഉണർവാണ്. കംബോഡിയയിൽ ഉണർന്ന് നടക്കുന്നുണ്ട്, തായ്വാനിൽ ഉണർന്ന് നടക്കുന്നുണ്ട്, തായ്ലൻഡിൽ ഉണർന്ന് നടക്കുന്നുണ്ട്. ഈവൻ നൈജീരിയയിൽ ഈ കൊലപാതകമൊക്കെ നടക്കുന്നിടത്ത് പോലും ഉണർന്ന് നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു വലിയ മാസ് മൂവ്മെന്റ് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. തോമാസ് ലീഗ വന്ന നമ്മുടെ നാട് മാത്രം ഇങ്ങനെ 3 ദിവസത്തെ കൺവെൻഷൻ ഉണ്ട്, 16 പേരെ പ്രസംഗകരുമാക്കും. എന്തുവാണോ ചെയ്യുന്നത്? എന്തിനു വേണ്ടി ചെയ്യുന്നു? ഒരു പിടിയില്ല. ഞാൻ വിമർശിക്കുകയല്ല, വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരാളെ കണ്ടെത്തിയിരിക്കുന്നു. രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളൊന്ന് വായിച്ചാട്ടെ. എല്ലാവരും പുസ്തകത്തിനോട് നോക്കി. രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. 26-ാം വാക്യം. ബേൽഷസ്സർ എന്ന പേരുള്ള ദാനിയേലിനോട് രാജാവ്, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ഈ അരിയോക്ക് പറഞ്ഞ എന്താണ്? ഞാനൊരു മനുഷ്യനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പം ഈ രാജാവിനെ, ഈ ദാനിയേലിനെ ശാരീരികമായുള്ള ഫിസിക്കലായിരിക്കുന്ന അപ്പിയറൻസിലൂടെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇന്നർ ദാനിയേലിനെ അദ്ദേഹത്തിന് അറിയത്തില്ല. There is an inner invisible personality inside Daniel which king cannot see, could not see. അത് കണ്ടില്ല, അത് കാണാൻ പറ്റില്ല. അവ ചോദിക്കുക, നിനക്ക് കഴിയുമോ? എന്നെ കൊണ്ട് പറ്റും. നിന്നെ കണ്ടിട്ട് 10-18 വയസ്സേ ഉള്ളൂ, നിനക്ക് പറ്റുമോ? ഇവൻ പറഞ്ഞു പറ്റുമെന്ന്. ആരാ? എൻ്റെ സേനാപതി ആയിരിക്കുന്ന അരിയോക്ക് പറഞ്ഞു നിനക്ക് പറ്റുമെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏത്? എൻ്റെ നാട്ടിൽ ഒത്തിരി പുള്ളികളുണ്ട് നിന്നെക്കാട്ടും. ഈ വൃത്തന്മാരായിരിക്കുന്നതും ടെക്നീഷ്യൻസും എൻ്റെ കാര്യത്തിലൊക്കെ സഹായിക്കുന്ന ഒത്തിരി ടെക്നോളജീസ് എൻ്റെ അടുക്കലുണ്ട്. കഴിയുമെന്ന് എനിക്ക് ബോധ്യമുള്ള പലരും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് എടുത്ത് ചോദിക്കുന്നത്. അവരെ കൊണ്ട് പറ്റിയില്ല, പിന്നെ നിന്നെ കൊണ്ട് പറ്റുമോ? ആർ യു ഏബിൾ ടു ഡു ദാറ്റ്? ഈസ് ഇറ്റ് പോസിബിൾ വിത്ത് യു? രാജാവിൻ്റെ ചോദ്യത്തിന് എന്തായിരിക്കണം മറുപടി കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ സാറിന് ചോദിച്ചാൽ എന്തായിരിക്കണം മറുപടി? യെസ് ഓർ നോ അല്ലേ? അങ്ങനല്ലേ? അല്ലേ സാറേ? സാറുമാരെ, അധ്യാപകന്മാരെ, അങ്ങനല്ലയോ ബാബു സാറേ? ആ ചോദ്യത്തിന് മറുപടി എന്താ വേണ്ടത്? നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒന്നേ പറ്റും, അല്ലെങ്കിൽ പറ്റത്തില്ല. ദാനിയേലിൻ്റെ റിപ്ലൈ എന്നാണ്? ഈ ദാനിയേലിൻ്റെ റിപ്ലൈയിലാണ് ഈ ദാനിയേലിൻ്റെ ബീയിങ് എന്താണെന്ന് റിവീൽ ചെയ്യുന്നത്. ഹി വാണ്ടഡ് ടു റിവീൽ ഹിസ് ബീയിങ് ഹിയർ. എന്നെ ഇവിടെ ആക്കിയതിൻ്റെ പിൻപിലുള്ളത് എന്താണെന്ന് വെളിപ്പെടുത്താൻ ആപ്റ്റ് ടൈം വന്നിരിക്കുക, കറക്റ്റ് ടൈം വന്നിരിക്കുകയാണ്. ഹി ഈസ് റിവീലിംഗ് ഇറ്റ്. യു നോ ഹൂ ആം ഐ? നിനക്കറിയാമോ രാജാവ് ഞാൻ ആരാണെന്ന്? ഇതങ്ങോട്ട് പറയാൻ തുടങ്ങുകയാണ്. ഇതാ റിപ്ലൈ വായിച്ചാട്ടെ. ദാനിയേലിൻ്റെ റിപ്ലൈ വായിച്ചാട്ടെ. ദാനിയേൽ ഉത്തരം ബോധിപ്പിച്ചത്,
രാജാവ് ചോദിച്ച ഗുപ്തകാര്യം എന്ന് പറഞ്ഞാൽ നിഗൂഢമായിരിക്കുന്ന കാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. ഇതങ്ങോട്ട് പറയേണ്ട കാര്യമല്ലോ ഉണ്ട്. കഴിയെല്ലാം തെളിയിച്ചു കഴിഞ്ഞതല്ലേ? ആണോ? ആന്നു. അപ്പോൾ രാജാവിനോട് പറയുകയാണ്, ഇവിടെ രാജാവ് നടത്തിയ സകല പരിശ്രമങ്ങളെക്കുറിച്ചും എനിക്കറിയാം. ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാം. നീ ഇവരെല്ലാം അന്വേഷിച്ച കൂട്ടത്തിലാണ്. നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ നീ ആശ്രയിച്ച യാതൊരു സങ്കേതങ്ങൾക്കും സാധിക്കത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ദം. മാത്രമല്ല എന്നെക്കൊണ്ടും പറ്റുകയില്ല. അതാ പറയാ, എന്നെക്കൊണ്ടും പറ്റത്തില്ല, നീ പറ്റുമെന്ന് വിശ്വസിക്കുന്ന അവരെ കൊണ്ടും പറ്റില്ല. ഈ മറുപടിയിലൊക്കെ ഈ ദാനിയേലിൻ്റെ പേഴ്സണാലിറ്റി റിവീൽ ചെയ്യുക, ആളത്വം വെളിപ്പാകും. എനിക്കിത് വെളിപ്പെടുത്തിയതിൻ്റെ പിൻപിലെ രഹസ്യം എന്താണെന്ന് ദാനിയേൽ വെളിപ്പെടുത്താൻ പോവാ. എൻ്റെ പ്രൊജക്റ്റ് ചെയ്യാനല്ല, എൻ്റെ എബിലിറ്റി എന്താണെന്ന് വെളിപ്പെടുത്താനല്ല ഇതെനിക്ക് ദൈവം വെളിപ്പെടുത്തന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ദൈവം നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ജീവിക്കുന്ന ദൈവം ഉണ്ടെന്നും ആ ദൈവത്തിൻ്റെ വിശിഷ്ട ഗുണം എന്താണെന്നും നീ അറിയണം. എൻ്റെ ദൈവത്തിൻ്റെ ക്വാളിറ്റി നീ അറിയണം. നിന്റെ ദൈവത്തിൻ്റെ കഴിവുകേടിനെ നീ കണ്ടെത്തി കഴിഞ്ഞു. നിന്റെ ദൈവത്തിൻ്റെ കഴിവുകേടിനെ നീ കണ്ടെത്തി കഴിഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ സർവശക്തി എന്താണെന്ന് നീ അറിയണം. അതിനാണ് എനിക്കൊരു ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്തോ ഒരു ഭയങ്കര മറുപടിയാ. വായിച്ചാട്ട്. അപ്പൊ ശകുനവാദികൾക്കും അറിയിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുന്നതല്ല. അതായത് ദ ഇൻസഫിഷ്യൻസി ഓഫ് ദ ക്രീച്ചർ ആൻഡ് ദ ഓൾ സഫിഷ്യൻസി ഓഫ് ദ ക്രിയേറ്റർ, ഇത് വെളിപ്പെടുത്താനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. സൃഷ്ടിയുടെ വെളിപ്പെടുത്തിന് കഴിവിൻ്റെ പരിമിതിയും സൃഷ്ടികർത്താവിൻ്റെ കഴിവിൻ്റെ അപരിമിതിയും, അല്ലെങ്കിൽ പരിമിതിയില്ലാത്ത സൃഷ്ടികർത്താവ്, the supremacy of God, the supreme authority. He is the omniscient God. He knows everything. 3 കാലങ്ങളിലുള്ളതെല്ലാം അവനറിയാം. അത് വല്ല ഇതിനകത്തുണ്ടോ പ്രിയപ്പെട്ടവരെ? വെളിപ്പെടുത്തിയതിനകത്ത്, ഈ പറഞ്ഞ വാക്കിനകത്ത് ഇതെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ വാക്ക്. ഇത് നമ്മൾ പഠിക്കണം. നമ്മളിത് പഠിക്കുമ്പോൾ മാത്രമേ ഈ നമ്മുടെ പഠനത്തോട് നമ്മുടെ ആളത്വം ഒന്ന് വികസിക്കണം. നമ്മുടെ ഇന്നർ മാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഔട്ടർ മാനും ശരിയായിട്ട് റിലേഷൻഷിപ്പൊക്കെ ശരിയാകത്തുള്ളൂ. ഇന്നർ മാൻ ആദ്യം ഡെവലപ്പ് ചെയ്യണം. ഇന്നർ മാൻ ബലം പ്രാപിക്കണം. അകമയുള്ള മനുഷ്യൻ ബലപ്പെടണം. അങ്ങനെ വാക്യമുണ്ടോ? അകമയുള്ള മനുഷ്യൻ ബലപ്പെടണം ഉണ്ടോ? എവിടെ? എന്തേലും ഒരു അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അതാര് പറഞ്ഞതാണ്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കൊരിന്ത് ലേഖനത്തിലാണ്. സംശയമുണ്ടല്ലേ? 2 കൊരിന്ത്യർ 4-ാം അധ്യായം എടുത്ത് നോക്കി. 16-17 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഓർമ്മയെന്ന് പറഞ്ഞ് കുറിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ്. ശക്തിയോടെ ബലപ്പെടണം. പക്ഷേ പൗലോസിൻ്റെ ഈ കൊരിന്ത് ലേഖനത്തിലെ കണ്ടെത്തലാണ് കുറച്ചുകൂടെ സൃഷ്ടിപരമായത്. അതെന്താണ്? നല്ല രസമാണ്, നല്ല നല്ല ശ്രേഷ്ഠതയുള്ളതാണ്. ഒന്നുകൂടെ വായിച്ച്. ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും.
ഇപ്പം ഈ പുറമേ ഉള്ളവനാ നമ്മുടെ ഇമ്പോർട്ടൻസ്. അതിനായി കിടന്ന് ബഹളം കാണിക്കുന്നത്. ഒരു പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ കോശിക്കുഞ്ഞാൻ എടുത്തിട്ട് പറയും, നമുക്ക് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം ടൂർ, നമുക്കൊരു ടൂർ വേണം. എവിടാ ഞാൻ പറയുന്നില്ല. ഉടനെ ഇടവ മിഷൻകാർ പറഞ്ഞു, ഉടനെ സീനിയർ സിറ്റിസൺ നടക്കാൻ വയ്യ, എൻ്റെ ഭാര്യയെ പോലുള്ളവർക്ക് നടക്കാൻ വയ്യ, എന്നാലും അവർ പറഞ്ഞു നമുക്കൊരു ടൂർ. അന്നേരം യുഎൻഎസ്കാർക്ക് മാറാൻ പാടുണ്ടോ? അവർ വരണം. അവണ്ട സേവ്യ സംഘക്കാർ ലീഡറെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അവർ പറഞ്ഞു നമുക്കും ഒരു ടൂർ. അങ്ങനെ ഇരിക്കുമ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകർ പറഞ്ഞു നമുക്കും ഒരു ടൂർ. ആത്മീയതയാണ്. അതെ, എബനേസറിലെ ആത്മീയത അളക്കുന്ന ആളാണ്. എത്ര ടൂർ നടത്തി? 6 ടൂർ നടത്തി. സ്തോത്രം. 6 ടൂർ നടത്തി. കർത്താവിൻ്റെ പരിനാമത്തിന് എന്നാ കിട്ടി? എന്തോ മനസ്സിലായി? നിങ്ങളുടെ എവിടുത്തെ മനുഷ്യൻ വിലപ്പെട്ടു? പുറമേയുള്ള മനുഷ്യൻ വിലപ്പെട്ടു ഇല്ലേ? അവിടെ പോയി ഉല്ലസിച്ചു. അവിടെ പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്, അതുകൊണ്ടാണ് പോകാത്തത്. പോകുന്നൊരു പൊക്കു, പോയി വല്ലതും കിട്ടുന്നത് മേടിച്ചു. എൻ്റെ ഭാര്യ ഇഷ്ടപ്പെട്ടാൽ ഞാനോട് 100% സമ്മതിക്കും, എതിർക്കത്തില്ല. ഓക്കെ, യു ആൻഡ് എൻജോയ്. നിങ്ങൾക്കതിന് കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇരിപ്പ് വേണ്ട, എനിക്കറിയാം കൗണ്ടർ ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന്. കൗണ്ടർ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാവും. ഞാൻ അതിനല്ല ഈ ചർച്ച് ഈസ് മെന്റ് ഫോർ, നോട്ട് ഫോർ ദാറ്റ്. സ്പിരിച്വൽ നറീഷ്മെന്റിന് വേണ്ടിയുള്ള എന്തിയെ? എത്ര പേരുണ്ട്? വേണോ? വേണ്ട? പോവാനോ? സാറേ ഞങ്ങൾ ഈ 12 മണിയാകുമ്പോൾ വിശക്കും. ഈ വിശക്കുമ്പോൾ ഇനി എന്തായാലും ഞങ്ങൾക്ക് തരാനുള്ള ഒരു ക്രമീകരണം കൂടെ ചെയ്യണം കേട്ടോ. ഞാനിവിടെ തരാം, സ്പോൺസർ ചെയ്യും, സാറും തരും. പറഞ്ഞ് മനസ്സിലായോ? അമ്മയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. അച്ഛൻ്റെ അനുവാദമൊന്നുമില്ല, കൊച്ചമ്മ ഇതുണ്ട്. ചുമ്മാ കേട്ടല്ലോ. ഞാനൊരു മനുഷ്യനെ കണ്ടെത്തി. രാജാവ് അങ്ങ് വിശ്വസിച്ചു. എന്തിനൊരു മനുഷ്യനെ കണ്ടെത്തി? നിന്റെ പ്രോബ്ലത്തിൻ്റെ റെസൊല്യൂഷൻ കഴിയുന്ന ഒരു മനുഷ്യനെ കണ്ട്. ഈ മനുഷ്യനെ കൊണ്ട് കഴിയുമെന്നുള്ളത് അരിയോക്കിന് വല്ലതും ഉറപ്പുണ്ടോ? പറ, ഉറപ്പുണ്ടോ സാറേ? ഇല്ല. ഡെമോൺസ്ട്രേഷൻ വല്ലതും കണ്ടതാണോ? അല്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ഒക്കെ റെക്കമെൻഡ്. ഉപ്പ് നല്ല പ്രസംഗനാണ് കേട്ടോ, വിളിച്ചേക്കണേ. ഇത്താപ്പിരി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, ഒരു ഗുണവും ഇല്ല. പുള്ളി ഒത്തിരി സ്വത്രമൊക്കെ പറയാം, ലലിയൊക്കെ പറയും. പുള്ളിക്കാരനെ ഈ പോരാ, പലതൊന്നും പറയത്തില്ല. ഇപ്പോഴത്തെ പ്രസംഗത്തിൻ്റെ ദോഷമാണ്. പോട്ടെ. ഇവന് എന്തോ അറിയാം, ഈ ദാനിയലിനെ എന്നാ അറിയാം അരിയോക്കിന്. പക്ഷേ പുള്ളി എന്നോട് ഞാൻ കണ്ടെത്തി. അതങ്ങ് ചോദിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ നിന്നെ ഇവിടെ ഞാൻ ഈ അവരുടെ കൂട്ടത്തിൽ കണ്ടില്ല. എൻ്റെ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുന്നവരുടെ ഗണത്തിൽ നിന്നെ ഞാൻ കണ്ടില്ല. പക്ഷേ നിന്നെ ഞാൻ കാണാത്തപ്പം ദർ സംതിങ് ഡിഫറെൻ്റ് ഇൻ യു. ആർ യു ഏബിൾ ടു ഡു ദാറ്റ്? എൻ്റെ ക്രൈസിസിൽ എന്നെ സഹായിക്കാൻ നിനക്ക് പറ്റുമോ? ഇങ്ങനെ ചോദിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഈസ് ദർ എനി റെസൊല്യൂഷൻ ഫോർ മൈ പ്രോബ്ലം? ആത്മഹത്യയുടെ വക്ക് തേടുന്ന മനുഷ്യരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച കൂട്ടത്തിൽ എൻ്റെ ട്രെയിനിൽ വെച്ചുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ നിരത്തി വെക്കാനായിട്ടുണ്ട്. ഒത്തിരി ആളുകൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രൈസിസിലാണ്. ആ ക്രൈസിസിൽ മുറവിളി കൂട്ടുന്ന ആളുകൾ, ആരും സഹായിച്ചില്ലെങ്കിൽ ആത്മഹത്യക്ക് വഴുതി വീഴുന്ന ആളുകൾ, പിൽസ് വാങ്ങിച്ച് കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഞരമ്പ് മുറിക്കാൻ ബ്ലേഡ് കയ്യിലെടുത്തിട്ടുള്ള ആളുകൾ, ഒത്തിരി ആളുകൾ തങ്ങളുടെ ക്രൈസിസിൽ എങ്ങനെയാണ് ഒന്ന് മുക്തി നേടേണ്ടതെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഭാഷയിൽ ട്രൈ ജീസസ്, ഇത്രയും പറഞ്ഞു, ട്രൈ ജീസസ്, ഹീ ലവ്സ് യു. അവൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രം തിയോളജിക്കൽ കോളേജ് ഒന്നും പഠിക്കണ്ട. ഔട്ട് ഓഫ് മൈ എക്സ്പീരിയൻസ് ഐ എം ഷുവർ. നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞ മറുപടി, നീ വിചാരിച്ചു വച്ചിരിക്കുന്ന ആളുകൾക്ക് ഇത് കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസറിനെ അറിയിച്ചിരിക്കുന്നു.
ഇതിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആരെ? ദാനിയേലിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിന്റെ പാലസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ എന്നെ വിളിക്കാഞ്ഞത്. ഈ ചിലപ്പം വിളിച്ചില്ലെങ്കിലൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല ചിലയിടത്ത്. എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അതാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേ. ഇവിടെ വെൽക്കം ചെയ്ത കൂട്ടത്തിൽ എന്നെ ഇഗ്നോർ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ലേ. അതൊരു ഒരു വക എൻ്റെ ഒരു പ്രയാസമാണ്. അങ്ങനെയൊന്നും വേണ്ടാന്നേ. ദൈവത്തിന് ഇഷ്ടമല്ലായിരിക്കും അങ്ങനെ പറയാനായിട്ട്. അങ്ങനെ അടുത്ത് പോയിരുന്നാൽ പോരെ? ഞാൻ പോരില്ല. നിന്ദിക്കപ്പെടേണ്ട കാര്യമില്ല. നമുക്കുള്ള ഡിഗ്നിറ്റി നമ്മൾ തന്നെ കീപ്പപ്പ് ചെയ്യണം. ആട്ടെ, എന്താണ് പറഞ്ഞത്? രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് അറിയിച്ചിരിക്കുക. എന്തൊക്കെയാണ് ഈ മനുഷ്യൻ വെളിപ്പെടുത്തിയത്? ആര്? ദാനിയേൽ വെളിപ്പെടുത്തിയത്. അക്കമിട്ട് പറയാം. ഒന്ന്, ഈ നിൽക്കുന്നത് എവിടെയാ? ഈ നിൽക്കുന്നത് എവിടെയാ? കൊട്ടാരത്തിൽ. എവിടുത്തെ? ബാബേലോണിലെ കൊട്ടാരത്തിൽ. ചുറ്റുമതിലിനെ കുറിച്ചൊക്കെ ഞാൻ വർണ്ണിച്ചതാ, ഓർമ്മയുണ്ടോ? എത്ര അടി ഹൈറ്റ് ഉണ്ട്? പിന്നെ വേറെ പണിയൊന്നുമില്ല, ഓർത്തിരിക്കാൻ. എത്ര വീതിയുണ്ട്, എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര ഗേറ്റ്സ് ഉണ്ട്, ഇതെല്ലാം ഞാൻ പറഞ്ഞാന്നോ സാറേ? പറ. 100. ഏതായാലും 100 താമ്രവാതിലുണ്ടെന്നുള്ള സാർ ഓർത്തിരുന്നു. വാതിലിൻ്റെ കാര്യം സാർ കൂട്ടി ചന്ന് വന്നേ. അതെ, വാതിലിൻ്റെ കാര്യം ഓർക്കും. പ്രധാന ഗേറ്റിൻ്റെ പേരെന്നെ ഇഷ്ടാർ ഗേറ്റ്. അതിപ്പോഴും ഉണ്ട്. എൻ്റെ റെമനൻസ് ഇപ്പോഴും ഉണ്ട്. ശേഷിപ്പ് ഇപ്പോഴും ഉണ്ട്. ഇഷ്ടാർ ഗേറ്റ്. 382 അടി ഉയരം, 87 അടി വീതിയുള്ള ഭയങ്കര മതിൽക്കെട്ടിനകത്തെ ഭയങ്കര പാലസിനകത്ത് സിംഹാസനത്തിൽ ഇരിക്കുക. അദ്ദേഹം ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന മനുഷ്യനാ. 19 വയസ്സുള്ള ചെറുക്കനോടെ നിൽക്കുക. അതുകൊണ്ട് വിളിച്ചു പറയുകയാണ്, രാജാവേ, ഈ പാലസിനേക്കാൾ, ഞാൻ നിൽക്കുന്ന ഈ പാലസിനേക്കാൾ, നീ ഇരിക്കുന്ന ഈ പാലസിനേക്കാൾ സുന്ദരമായ ഒരിടം ഉണ്ട്. സുന്ദരമായ ഒരിടമുണ്ട്. ഇതാണ് ഒരു ഭക്തന്റെ ദർശനം. ഞാൻ വസിക്കുന്ന ഈ ഭൂമിയേക്കാൾ, ഞാൻ വസിക്കുന്ന എൻ്റെ ഈ ഭവനത്തെക്കാൾ മെച്ചമായ ഒരു ഭവനം എനിക്കുണ്ട്, മെച്ചമായ ഒരു നാടെനിക്കുണ്ട്, മെച്ചമായ ഒരു ദേശം എനിക്കുണ്ട്. ഈ കാഴ്ചപ്പാടോടുകൂടിയാണ്, പ്രാഗൽഭ്യത്തോടെ അവിടെ നിന്നത്. ആര്? രാജാവിൻ്റെ പാലസിനേക്കാൾ മെച്ചമായ ഒരു പാലസ് എനിക്ക് സ്വർഗത്തിലുണ്ട്. അവിടുന്ന് വന്ന ഒരുത്തം പറയുകയും ചെയ്തു. അത് എന്താ പറഞ്ഞു? ആ പാലസിൽ നിന്ന് ഒരുത്തം നാട്ടിലോട്ട് വന്ന ചെറിയ കാര്യം പറഞ്ഞു. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകം. ഞാൻ പറഞ്ഞ എന്താ? ആ പാലസിൽ നിന്ന് ഇങ്ങോട്ട് ഒരുത്തം വന്ന് പറഞ്ഞെന്നല്ലേ പറഞ്ഞേ? അവിടുന്ന് വന്ന ആളല്ലേ പറഞ്ഞേ? ആന്നോ? അപ്പം നിങ്ങൾ എൻ്റെ കൂടെ അല്ല. ഞാൻ എന്താ പറഞ്ഞേ? ഈ ഭൂമിയിലെ ഭവനത്തെക്കാൾ, ഈ ഭൂമിയിലെ നാടിനേക്കാൾ ഏറ്റവും മെച്ചമായൊരു നാടുണ്ട്, ഏറ്റവും മെച്ചമായൊരു ഭവനമുണ്ട്. അത് പറഞ്ഞിട്ടാ പറഞ്ഞേ അവിടുന്ന് ഒരുത്തം വന്നു. നിങ്ങൾ കണ്ടു? അവിടുന്ന് വന്ന ആളുടെ കാര്യം ഞാൻ ചോദിച്ചു. എൻ്റെ ചോദ്യം, ടീച്ചേഴ്സ് 2 പേരുണ്ട്, പറ. എൻ്റെ ചോദ്യം ശരിയാണോ അല്ലയോ? ഇൻഡയറക്റ്റ് ഒന്നുമല്ല, ഡയറക്റ്റാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഇതിനേക്കാൾ, ഞാൻ വസിക്കുന്ന ഭവനത്തെക്കാൾ ഏറ്റവും മെച്ചമായ ഒരു വാസസ്ഥലമുണ്ട്. ഞാൻ ആർഗ്യുമെൻ്റ് ഒന്നുമില്ല. പക്ഷേ അവിടം വരെ വന്നിട്ടില്ല. അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. നമ്മളെ ഈ ഒരുമിച്ചുള്ള ധ്യാനത്തിനുള്ളൊരു പ്രത്യേകതയായിരുന്നു. ഈ പ്രഭാഷകനും ശ്രോതാക്കളും കൂടെ ഒരുമിച്ച് വരുമ്പോഴേ ഈ സ്റ്റഡിയൊക്കെ ശരിയാകും. ഇപ്പം നിങ്ങൾ നിർത്തേണ്ട സമയമായെന്ന് എനിക്കറിയാം, മുഖം കണ്ടാൽ എനിക്കറിയാം. ഞാൻ നിർത്തിക്കൊള്ളാം. ഇത് ഗ്രഹിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. ആ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ചിലർ വന്നവരൊന്നും വരാത്തത്. അപ്പോൾ ഒരു
ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതായത് ഈ നിന്റെ വീടിനേക്കാൾ മെച്ചമായ ഒരു സ്വർഗമുണ്ട്. ഇനിയും ഒന്നുകൂടെ, ഒരു ദൈവമുണ്ട്. നീ ആരാധിക്കുന്ന ദൈവത്തെക്കാൾ, ഇഷ്ടാർ ദൈവത്തെക്കാൾ, ബാൽ ദൈവത്തെക്കാൾ, നെബോയേക്കാൾ ശ്രേഷ്ഠനായ കരുത്തനായ ഒരു ദൈവം ആ ഭവനത്തിലുണ്ട്, ആ കസേരയിൽ ഇരിപ്പുണ്ട്. ഇത് കാണാൻ നമ്മുടെ കണ്ണ് തുറക്കട്ടെ, ഇത് കാണാൻ അദ്ദേഹത്തിന്റെ കണ്ണ് തുറക്കട്ടെ. അതിനാ ഞാനിവിടെ ആയിരിക്കുന്നേ. ആര്? ദാനിയേൽ ഇവിടെ ആയിരിക്കുന്നത്. എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷെ ഈ ബോധ്യം ഏത്? എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, വിസിബിളി ഐ ഗോട്ട് നത്തിങ്. പക്ഷേ എനിക്കിതുണ്ട്. ഏതുണ്ട്? ഈ ദർശനമുണ്ട്. See, physically I have nothing, but deep inside my heart, in my mind, I am really convinced I belong to that heavenly home. ഞാൻ ആ സ്വർഗീയ ഭവനത്തിൻ്റെ ഒരുക്കാരനാണ്. അവിടെ നിന്ന് വിളിച്ചു പറയണമെങ്കിൽ അഷ്വറൻസ് ഇല്ലാതെ വിളിച്ചു പറയാൻ പറ്റുമോ? രാജാവിനോട് മിണ്ടാൻ പറ്റുമോ? നിങ്ങൾ നമ്മൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യം ഗ്രഹിക്കേണ്ടി. ഈ ആരായിരിക്കുന്ന സിംഹാസനത്തിൽ? ഒന്നാമതെ ക്രുദ്ധിച്ചിരിക്കുക, കൊലവിളി നടത്തിച്ചിരിക്കുക, ക്രുദ്ധനായിട്ട്, ക്രൂരനായിട്ട് 120 സംസ്ഥാനങ്ങളുടെ ഭരണം നയിക്കുന്ന മനുഷ്യനായിരിക്കുന്നേ. ഭയങ്കര ശക്തനാണ്. നമ്മളൊന്നും ഈ ഹെരോദാവിനെ കുറിച്ച് വായിച്ച് പഠിക്കണം, അന്നേരം മനസ്സിലാകത്തുള്ളൂ. ഭയങ്കര കരുത്തനും ശക്തനും, ഹീസ് ദ ഹാമർ ഓഫ് ദ ഹോൾ വേൾഡ് എന്നറിയപ്പെടുന്നത്. ലോകത്തെ തകർക്കാൻ ചുറ്റിക, ലോകം വിറയ്ക്കുന്നവൻ. അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നുണ്ടായി വിളിച്ചു പറയുന്നത്, നിന്നെക്കാട്ടിൽ കരുത്തനായ ഒരു രാജാവിനെ എനിക്കറിയാവുന്ന. ഇത് പറഞ്ഞതാണ് ഈ മനുഷ്യന്റെ അകത്തെ ആളത്വത്തിൻ്റെ നിദർശനം, റിഫ്ലക്ഷൻ. ഞാൻ ആരാണ്? ആ ദൈവത്തിൻ്റെ സ്ഥാനാപതിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് വെളിപ്പെടുത്താനാണ് ഇത്രയും നേരം, ഇത് വെളിപ്പെടുത്താനാണ് നിന്റെ ഭക്ഷണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞേ. മനസ്സിലായോ? നീ എനിക്ക് മൃഷ്ടാന ഭോജനം തന്നില്ലേ? ഞാൻ അതിനോട് നോ പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? എൻ്റെ സ്വർഗത്തോട് ഞാൻ യേശു പറഞ്ഞ് ഈ ഞാൻ വേണ്ടാന്ന് വെച്ചത് എന്തിനു വേണ്ടിയാണോ അതിൻ്റെ അർത്ഥം, അതിൻ്റെ മഹത്വം നിന്നെ ഉള്ളതുപോലെ അങ്ങോട്ട് കാണിക്കാൻ വേണ്ടിയാണ്. വിളിച്ചു പറഞ്ഞു, ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്, അവൻ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നത് നിന്നെ അറിയിച്ചിരിക്കുന്നു. അപ്പം ഒരു സ്വർഗമുണ്ട്, ഒരു രാജാവുണ്ട്, പിന്നെ ഒരു രാജാവുണ്ട്, പിന്നെ ഒരു ദൈവമുണ്ട്, ഒരു രാജാവുണ്ട്, ഒരു സ്വർഗമുണ്ട്. അപ്പോൾ ഒരു വാസസ്ഥലമുണ്ട്, ഒരു കിങ് ഉണ്ട്, പിന്നെ ഒരു ദൈവമുണ്ട്. നിന്റെ കയ്യിൽ ഇപ്പം 2 കാര്യങ്ങളുണ്ട്. രാജ്യമുണ്ട്, രാജാവുണ്ട്, പക്ഷെ എന്തോ ഇല്ല. സാറേ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? നീ രാജാവാണ്, നിനക്ക് രാജ്യമുണ്ട്, പക്ഷെ നിനക്ക് എന്തോ ഇല്ല. ദൈവങ്ങളുണ്ട്, പക്ഷെ ദൈവമില്ല. ആ നിന്റെ ദൈവങ്ങളുടെ അപര്യാപ്തത, നിന്റെ ദൈവങ്ങളുടെ ഇൻസഫിഷ്യൻസി ബോധ്യപ്പെടുത്തുകയാണ് ഈ സ്വപ്നം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഈ ദൈവങ്ങളുടെ ഇൻസഫിഷ്യൻസി വെളിപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ പറയുന്ന ദൈവത്തിന്റെ സഫിഷ്യൻസി, ഓൾ സഫിഷ്യൻസി വെളിപ്പെടുത്താൻ പോവുകയാണ്. അവൻ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിനക്കറിയാവുന്ന ദൈവങ്ങൾക്ക് ഭാവിയും ഭൂതവും ഒന്നും ശരിക്കും വെളിപ്പെടുത്താൻ അറിയില്ല. അവിടെ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ കേൾപ്പുണ്ട്. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാം? ഇന്നും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. ഈ കണ്ണും അടച്ചിരുന്ന് അരകല്ലിൻ്റെ കീഴിൽ തകിടിരിക്കുന്നത് വിളിച്ചു പറയുന്നൊന്നുമല്ല. അത് ഇപ്പോഴത്തെ പ്രോഫസി ഒന്നുമല്ല. അതിലൊക്കെ ആഴമാണ്, ഉന്നതമാണ്. അതൊത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരമാണ് ചിലപ്പോൾ ആരോടും പറയാതെ വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോകും. അവിടെ ചെല്ലുമ്പോൾ ആ കാണിച്ചെന്നതുപോലെയുള്ള കോണ്ടെക്സ്റ്റ് ആയിരിക്കും. അപ്പം അവർ നിർബന്ധമുണ്ട്, ലോകത്തിലൊരു മനുഷ്യൻ പോലും അറിയാൻ പാടില്ല.
ആ രഹസ്യം ഇതുവരെ ഞാൻ എൻ്റെ വൈഫിനോട് പോലും പറഞ്ഞിട്ടില്ല. പല രഹസ്യങ്ങൾ പറയാൻ പാടില്ല. കാരണം ഞാൻ ദൈവത്തോടോ കുടുംബത്തോടും ചോദിക്കുന്ന വാഗ്ദത്വമാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ അർത്ഥവത്തായി വെളിപ്പെടുത്തുവാൻ, ജീവിക്കുന്ന ദൈവത്തെ അർത്ഥവത്തായി സംവേദനം ചെയ്യാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളെ അർത്ഥവത്തായി വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ ദൈവത്തെ നിനക്ക് ഇപ്പോൾ കാണാൻ സാധിക്കത്തില്ല, പക്ഷേ വെൻ ടൈം കംസ്, അതിനുള്ള സമയം എനിക്കാകുമ്പോൾ അത് ദൈവം വെളിപ്പെടുത്തി തരുമെന്നുള്ളതിൽ രണ്ട് പക്ഷമില്ല. അപ്പോൾ ദാനിയേൽ രാജാവിൻ്റെ മുൻപിൽ നിന്ന് പറഞ്ഞതായിരിക്കുന്ന ആ വാക്കുകൾ ഒന്നുകൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായ ദർശനങ്ങളുമാണിത്. രാജാവേ, ഇനിമേലാൽ സംഭവിപ്പാനിരിക്കുന്നത് എന്തെന്ന വിചാരം പള്ളിമെത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിപ്പാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കുന്നു. എനിക്കോ ഈ രാജാവിനെ അറിയിച്ചു നേരത്തെ, ഇത് സംഭവിക്കാനിരിക്കുന്ന രാജാവിനെ അറിയിച്ചു. പക്ഷെ രാജാവ് മറന്നുപോയി. എന്നാൽ ഇതിനു മുമ്പ് ഇത് ദാനിയേലിനെ അറിയിച്ചില്ല. അറിയിച്ചോ? ഇല്ല. ഈ ശാഠ്യം പിടിക്കരുത്. ചില കാര്യങ്ങളൊക്കെ ചില പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ ദൈവം നമ്മളോട് പറയത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അതിനുള്ളൊരു ടൈമാണ്. ഇപ്പം രാജാവ് കണ്ടു, രാജാവ് മറന്നു. രാജാവ് മറന്നത് ആരെ ഓർപ്പിച്ച് ദൈവം? രാജാവ് മറന്ന രാജാവിൻ്റെ സ്വപ്നം ആരെ അറിയിച്ചു? ദാനിയേലിനെ അറിയിച്ചു. ആരാ വലുത്? ആരാ വലുത്? പറ. ആരാ വലുത് ലോകപ്രകാരം? അല്ല, ആരാ വലുതെന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി എന്തുവാ? ആരാണ് വലുത്? അരമനയുടെ രാജാവിൻ്റെ ഇടയ്ക്ക് ഇരിക്കുക. ആരാ വലുത്? നമ്മൾ ഈ ആത്മീയൊന്നും വിടാതെ ചോദിക്കുന്ന മറുപടി പറ. വേഷഭൂഷാദികളും നല്ല സ്ഥാനവും മാനവും ഒക്കെ വെച്ചിരിക്കുന്ന ആരാ വലുത്? പറ. അപ്പം വല്ലവും വരണം എവിടുന്ന് വരണം? വല്ലവും വരണമെന്നുണ്ട്, നല്ല കാര്യം വല്ലവും വരണം എവിടുന്ന് വരണം? പിന്നെ അനിലെടുക്കുന്നു. ലോകപ്രകാരമുള്ള പ്രതീക്ഷ പറ. രാജാവിൻ്റെ അടുക്കുന്നേ വരത്തുള്ളൂ, അല്ലയോ? അല്ലേ? അതുകൊണ്ട് നമ്മൾ രാജതുല്യമായ ആളുകളെ വിളിക്കത്തുള്ളല്ലോ ഈ കൺവെൻഷനും പ്രസംഗത്തിനും യോഗത്തിനും ഒക്കെ, ഇല്ലേ? രാജകീയ ഭാവം വേണം അതിന്. 3 ദിവസത്തെ കൺവെൻഷന് 5 ദിവസമാണ് ആള്. നോട്ടീസ് മുഴുവൻ നിറഞ്ഞിരിക്കണം. നമ്മുടെ എൻ്റെ ദൈവമേ, അങ്ങ് ഒരു വേറൊരു തരത്തിലായിപ്പോയി. ഒരു എന്താ ഉത്സവം പോലായിപ്പോയി. ഈ കാലത്തിൽ വല്ലതും ഗുണമുണ്ടോ? ആർക്കെങ്കിലും ഇതിന് കിട്ടുന്നുണ്ടോ? അതും അറിയത്തില്ല. ബേലി വന്നേച്ച് ഒന്ന് പറഞ്ഞേച്ചു പോകും. അത് കഴിഞ്ഞ് ബാബുസാർ വന്ന് വേറൊന്ന് പറഞ്ഞേച്ചു പോകും. അത് കഴിഞ്ഞ് സുശീല വന്നേച്ച് വേറൊന്ന് പറഞ്ഞേച്ചു പോകും. സ്വോത്രം നടന്നോ? സ്വോത്രം. കോശക്കുഞ്ഞ് സാറിന് സമാധാനം. കാരണം എന്താ പറയുക? സ്വോത്രാഴ്ച കൂടുതൽ കിട്ടി, സാറിന് സന്തോഷം. അതല്ലേ എല്ലാവർക്കും ടേൺ കൊടുക്കുക. ടേൺ കൊടുക്കുന്നത് എന്തിനു വേണ്ടി? ഇതിവിടെ നടത്തുന്നത് എന്തിനു വേണ്ടി? ടേൺ കൊടുക്കാൻ വേണ്ടിയാണ്. പർപ്പസ് ആണ്. See, when you do something, for what? You are doing it. ദൈവത്തിന് സ്തോത്രം. ഈ യോഗങ്ങളിലൊക്കെ മാനസാന്തരപ്പെട്ടവരാണ് പിൽക്കാലത്തൊക്കെ ഈ ആത്മീയഗോളത്തിൽ ശോഭിച്ച് ദൈവഭാഗത്ത് നിന്നിട്ടുള്ളത്. കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ പറയുമ്പം വിമർശനമാക്കി നിങ്ങളത് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരോടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വരാതിരിക്കട്ടെ, ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. രാജാവിൻ്റെ ഭാഗത്ത് നിന്നാണ് വല്ലതും ഉണ്ടാകേണ്ടത്. പക്ഷേ എല്ലാം ഉണ്ടായില്ല. പിന്നെ എവിടുന്നാണ് ഉണ്ടായത്? രാജാതിരാജാവ് ഉള്ളത്തിൽ വഹിച്ചിരിക്കുന്ന ഒരുത്തൻ ഇവിടെ നിൽപ്പുണ്ട്. രാജാതിരാജാവിനെ ഉള്ളത്തിൽ വഹിച്ചവിടെ നിൽപ്പുണ്ട്. അവനാണ് പറഞ്ഞു കൊടുക്കുന്നത്, രാജാവേ, പള്ളിമെത്തയിൽ വെച്ച് നിന്റെ മനസ്സിലുണ്ടായ വിചാരങ്ങളുടെ സാക്ഷാത്കാരമാണ് നിന്റെ സ്വപ്നം. ഈ രാജാവ് എന്നാ ചിന്തിച്ചെന്ന് ദാനിയേൽ അറിഞ്ഞില്ല. പക്ഷെ ദാനിയേലിനെ ദൈവം അറിയിച്ചു. പള്ളിമെത്തയിൽ വെച്ചുള്ള ചിന്ത എങ്ങനാ
ദാനിയേൽ അറിയുന്നത്? പള്ളിമെത്തയിൽ വെച്ചുള്ള രഹസ്യചിന്തകളെ ആരെ അറിയിച്ചു? ദൈവം അറിഞ്ഞു. ആരെ അറിയിച്ചു? എല്ലാ മനുഷ്യൻ്റെയും വികാരങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട്. അദ്ദേഹമാണ് ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്? രാജാവിന് വെളിപ്പെടുത്തി കൊടുത്തത്. ഒരു പ്രവാചകൻ ചെന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്. ഇദ്ദേഹം ഒന്നും കണ്ടില്ല. ഈ പുള്ളി കണ്ടില്ലല്ലോ ഇതൊന്നും. നാഥാനിത് വല്ലതും കണ്ടോ? അതാ മനസ്സിലാക്കേണ്ടത്. ദൈവിക ശുശ്രൂഷയുടെ ഈ ക്വാളിറ്റിയും ക്യാരക്ടറും നമ്മൾ മനസ്സിലാക്കണം. മിനിസ്ട്രി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. നാഥാനെ ദൈവം വിളിച്ചു. ദൈവം വിളിച്ചു എന്ത് ചെയ്തു? പിക്ചർ മുഴുവൻ അങ്ങോട്ട് കൊടുത്തു. എങ്ങോട്ട് കൊടുത്തു? നാഥാൻ. ആ പുള്ളി അങ്ങോട്ട് എന്നെ ചെയ്ത് നല്ല പിക്ചറൈസ് ചെയ്ത് അങ്ങോട്ട് അവതരിപ്പിച്ചു. ഉടനെ ധാർമ്മിക രോഷം കൊണ്ട് രാജാവ് പറഞ്ഞു, അവൻ ശിക്ഷ അനുഭവിക്കണമെന്നും പറഞ്ഞ് രാജാവ് അങ്ങോട്ട് സടകുടഞ്ഞ് എഴുന്നേറ്റില്ലേ. ഈ ചില പുള്ളികൾ ഇങ്ങനെ സത്യത്തിൻ്റെ മുമ്പിലും എന്തോ കാണിക്കും, വേഷം കാണിക്കും. സത്യം അറിയാവുന്ന പുള്ളിയാണ് നിൽക്കുന്നത്, പക്ഷെ അതിൻ്റെ മുമ്പിലും പ്രകടനം കാണിക്കും. അതൊന്നും നടക്കത്തില്ല. പ്രവാചകനുള്ള ധൈര്യം കണ്ടു. ഈ ദാനിയേലിനുള്ള ധൈര്യം നിങ്ങൾ കണ്ടോ? ആ ധൈര്യം തന്നെയാണ് ആർക്കും ഉണ്ടായിരുന്നത്? നാഥാൻ പ്രവാചകൻ ഉണ്ടായിരുന്നത്. ആ മനുഷ്യൻ നീ തന്നെ. ആരോടാ പറഞ്ഞേ? ഞാൻ. ഈ മനുഷ്യൻ ആരാ? ഒരു ഉപദേശി. ഏത്? ദാവീദ്. ഗാദെന്ന് പറയുന്നത് ദാവീദിൻ്റെ ഒരു നാട്ടിലെ ഒരു ചെറിയ മനുഷ്യനാണ്. ഈ നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ അൺഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന ചിലരിൽ കൂടാണ് അത്ഭുത സത്യങ്ങളെ ദൈവം ചെയ്തിട്ടുള്ളത്, വെളിപ്പെടുത്തിയിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. പക്ഷെ നമുക്ക് നോട്ടം എന്തെന്നറിയാമോ? രാജാവിന് വല്ലതും വരണം. അതുകൊണ്ട് രാജകീയ പ്രൗഢിയും വേഷവും ഉള്ളവരായിരിക്കണം നമ്മുടെ പരിപാടികൾക്കൊക്കെ. ഉടനെ സേവാസംഘത്തിൻ്റെ സെക്രട്ടറി ഉടനെ അവതരിപ്പിച്ചു റെസൊല്യൂഷൻ, നമുക്ക് ഇണ്ടംതുരുത്തിലെ ഇട്ടൂപ്പിനെ വിളിക്കണം. പുള്ളി വലിയ ആരാണ്. പോലീസ് സെക്രട്ടറിയാ പറഞ്ഞു, ശരി, അതിൻ്റെ കൂടെ ഇത്താപ്പിനെയും കൂടെ വിളിക്കാം. എന്താ? ശരിയായി. ഉടനെ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ബെയിലി സാറ് പറഞ്ഞു, നമ്മുടെ തമ്പാനുദ്ദേശം കൂടെ വിളിക്കാം. ഇട്ടൂപ്പാര് ഇത്താപ്പിരി ആര്? അതിൻ്റെ കൂടെ ഈ പുള്ളി വേണ്ട. ഉദാഹരണം പറഞ്ഞ നടക്കത്തില്ല. പ്രവാചകൻ്റെ ആത്മാവ് വന്നേക്കുന്നത്. കൂട്ടുകാർ കാണത്തില്ല പ്രവാചകൻ്റെ ആത്മാവുള്ളവർക്ക്. കണ്ടാ മുഖം തരത്തില്ല, ഓടിക്കളയും. അങ്ങനെയൊക്കെയാണ്. ദാനിയേലേ, നിന്റെ വ്യാപരിച്ച ദൈവകൃപ ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ വ്യാപരിക്കട്ടെ. എന്താണ് ഇത് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയേണ്ടത്? എന്താണ്? ഫോർ വാട്ട് വി ആർ ഹിയർ. നാം എന്തിനു വേണ്ടി ഈ ഭൂമിയിലായിരിക്കുന്നു? എന്താ മറുപടി? ഒറ്റ മറുപടി. വൈ ആർ യു ഹിയർ? ഫോർ വാട്ട് യു ആർ ഹിയർ. ഇത്രയും നേരം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഒറ്റ സെൻറ്റൻസ്. ഒറ്റ സെൻറ്റൻസ് ചെറുതായിട്ട് പറഞ്ഞു. ഇല്ല സാറിൻ്റെ ദൈവശാസ്ത്രം വേണ്ട. എൻ്റെ ദൈവത്തെ എൻ്റെ കൊച്ചു ജീവിതത്തിലൂടെ ഞാൻ ജീവിക്കുന്ന കൊച്ചു ചുറ്റുപാടിൽ വെളിപ്പെടുത്താം. അതല്ലേ ഉള്ളൂ. പറഞ്ഞതെല്ലാം അതല്ലേ ഉള്ളൂ. എവിടെ? ഈ പാലസിലാണ്. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എൻ്റെ ദൈവത്തെ എൻ്റെ ജീവിതത്തിലൂടെ കാലത്തിന് മായ്ക്കാനാവാത്തൊരു ചിത്രം വരയ്ക്കാൻ, ഞാൻ കൊഴിഞ്ഞു പോയാലും കാലത്തിന് മായ്ക്കാനാവാത്ത ചിത്രം വരയ്ക്കാൻ എൻ്റെ കൊച്ചു ജീവിതത്തിലൂടെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സേവിക്കുന്ന ദൈവത്തെ ഈ കാലത്തിൻ്റെ ചിത്രത്തിൽ കോറിയിടാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ ചിത്രത്തിൻ്റെ മനോഹരത ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ സുന്ദരമായി കോറിയിടുവാൻ
ദാനിയേൽ ലോകത്തോട് യാത്ര പറഞ്ഞു. പക്ഷേ ദാനിയേൽ റെപ്രസെൻ്റ് ചെയ്ത ദൈവത്തെ ഇന്നും സ്മരിക്കപ്പെടുകയാണ്. ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. അവൻ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ആ അറിയിച്ചിരിക്കുന്നത് എന്താണെന്ന്, അറിയിക്കാൻ കാരണം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ? പള്ളിമത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായതായ ചിന്ത, എൻ്റെ ഈ മഹത്വം എത്ര നാൾ നിൽക്കും? എൻ്റെ ഈ മഹത്വത്തിൻ്റെ അന്ത്യം എന്താണ്? എൻ്റെ മോൻ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ, ഇങ്ങനെ തലമുറകളായി ബാബിലോണ്യ രാജ്യവും പാരമ്പര്യവും ഇങ്ങനെ കൈമാറി പോകുമെന്നൊരു കണക്കുകൂട്ടൽ ആർക്കുണ്ടായിരുന്നേ? രാജാവിന് പള്ളിമത്തയിൽ വെച്ചുണ്ടായിരുന്നേ. ഭാവി അറിയുന്ന ദൈവം അവിടെ ബ്രേക്ക് ചെയ്തു. നിന്റെ സ്വപ്നങ്ങളല്ല നടക്കാൻ പോകുന്നത്. എനിക്ക് ഈ ചരിത്രത്തിലൊരു പദ്ധതിയുണ്ട്. ആർക്ക്? ദൈവത്തിന്. ആ ചരിത്രത്തിലെ പദ്ധതി നിന്റെ പദ്ധതിയല്ല. ദൈവത്തിൻ്റെ കർമ്മപദ്ധതി എന്താണെന്ന് ചരിത്രത്തിൽ വെളിപ്പെടുത്തുകയാണ്. ആരിൽ കൂടെ? നെബൂഖദ്നേസറിൽ കൂടെ, ഈ പിക്ചറിലൂടെ. അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതായിരിക്കുന്ന ഈ സ്വർണ്ണ ബിംബത്തിൻ്റെ ഭാഗങ്ങളാണ്. തല ഇത് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് നെബൂഖദ്നേസറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് മേദ്യപർഷ്യ സംസ്കാരം. ഇത് വെള്ളി കൊണ്ടുള്ളതാണ്. ഇത് താമ്രം കൊണ്ടുള്ളതാണ്. ഇത് ഗ്രീക്ക് സംസ്കാരം. ഇത് റോമൻ സംസ്കാരം. താഴെ ഇത് പാതി കളിമണ്ണും പാതി ഇരുമ്പും. ഇത് സമ്മിശ്ര ഭരണകൂടം, ഡെമോക്രസി. ഈ കാലത്തിൻ്റെ ഡെമോക്രസിയുടെ അന്ത്യത്തിങ്കലാണ് ഇതാ ഒരു കല്ല് വന്നിവിടെ അടിച്ചു. ഇവിടെ മുതൽ മുഴുവനും തകർന്ന് തരിപ്പണമായി വലിയൊരു കൂമ്പാരമായി ആഷായിട്ട് അത് പോയി. എന്നാൽ അടിച്ചതായിരിക്കുന്ന ഈ കല്ല് വളർന്ന് ഒരു വലിയ സാമ്രാജ്യമായി, അതായത് ദൈവം തൻ്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കുക. ഇതാണ് ഈ ബിംബത്തിലൂടെ സാധിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അടുത്ത സ്റ്റഡിക്ക് നമുക്ക് കണ്ടാം. പക്ഷേ ഇത് മനസ്സിലായല്ലോ? ഇപ്പം ഈ ബിംബത്തെ കാണിച്ചു തന്നത് എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ദൈവാത്മാവെടുത്തി കൊടുത്തതാണ്, വെളിപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ട് ലോകരാജ്യത്വത്തിന്മേൽ അധികാരം ഒരു സാമ്രാജ്യത്തിൻ്റെ ശക്തിക്കും അധികാരത്തിനുമല്ല. ഈ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ അധികാരങ്ങളും നമ്മുടെയൊക്കെ അവകാശങ്ങളും നമുക്കൊക്കെ ഉള്ള പൊസഷൻസും ഒന്നും ഒത്തിരി കാലം നമുക്ക് നമ്മുടേതായിട്ട് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അവ അർത്ഥവത്തായി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്ത്യൻ പദ്ധതി പ്രകാരം, ക്രിസ്തീയ പഠിപ്പിക്കലനുസരിച്ച് ഈ നമുക്കുള്ളതിൻ്റെയൊക്കെ കാര്യവിചാരകരാണ് നമ്മൾ. എന്നാ ഇതിട്ടേച്ച് പോകുന്ന നമുക്കറിയത്തില്ല. എത്ര വർഷം ഇനിയും സാറിനുണ്ട്? നീ നിലമ്പൂർ എത്ര പ്രാവശ്യം പോവും? വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പില്ല. എനിക്കുറപ്പില്ല. ഞാൻ എത്ര പ്രസംഗം ഇനിയും ചെയ്യുന്ന ഉറപ്പില്ല. എന്നാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ബിലോങ്ങിങ്സ്, ഇതിനെ വിശ്വസ്തയോടെ കാര്യവിചാരകത്തോടെ കയ്യേറി. കർത്താവ് ലോകത്തിലായിരുന്നു പഠിപ്പിച്ചതാണ് കാര്യവിചാരകത്വം ഏൽപ്പിച്ചിരിക്കുന്നതിൽ നിന്ന്. നമ്മൾ ഇവിടുന്ന് ഇന്നല്ലേ നാളെ മാറ്റപ്പെടും. നെബൂഖദ്നേസറേ, നിനക്കൊരവസാനമുണ്ട്, എനിക്കൊരവസാനമുണ്ട്, നമുക്കൊരവസാനമുണ്ട്. പക്ഷേ അത് ഭവിക്കുമ്പോൾ ചാരിതാർത്ഥ്യത്തോടെ ഇവിടുന്ന് യാത്ര പറയാൻ നമുക്കാവുമോ? ആവണം. എന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ഞാൻ കൈകാര്യം ചെയ്തു. ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഈ കൊച്ചു ജീവിതത്തിൻ്റെ ശിഷ്ടയായുസ്സിൽ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അർത്ഥവത്തായി ഒരു മുന്നറിയിപ്പ് എനിക്ക് തന്ന അർത്ഥവത്തായി സംവേദനം ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ശിഷ്ടയായുസ്സിൽ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. നാം ഈ ലോകത്തിൽ ഒന്നും കൊണ്ടുവന്നവരല്ല. ഈ ലോകത്തിൽ നമുക്കൊന്നും കൊണ്ടുപോകാനും ആവില്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവയാണ് എല്ലാം.
അതെത്ര കാലം നമുക്ക് അനുഭവിക്കാനാവുമെന്നും അറിയില്ല. നമുക്കുള്ളത് പലതും നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ നമ്മുടെ ദൈവത്തിനോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾക്കോ ഒരു ശക്തിക്കും ഒരു കോട്ടവും സംഭവിപ്പിക്കാനാവില്ല. ആ വിശ്വാസം ദാനിയേലിൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നതാണ്. ബാബേൽ സംസ്ഥാനത്തിലെ നെബൂഖദ്നേസർ രാജാവിൻ്റെ അരമനയിൽ യഥാർത്ഥ ദൈവവൈതലായി നിൽപ്പാൻ അദ്ദേഹത്തിന് സാധിച്ചത്. സാഹചര്യങ്ങൾ വ്യത്യസ്തമാകാം. നാം തിരഞ്ഞെടുക്കുന്നതല്ല സാഹചര്യം. എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് അനുവദിക്കുന്നതാണ്. ഏത് സാഹചര്യത്തെയും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വെളിപ്പെടുത്തുവാൻ, ഉപയോഗിപ്പാൻ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ കഴിവില്ലാത്തവനാണ്, പക്ഷേ എന്നിൽ കൂടെ പ്രവർത്തിക്കണമേ എന്ന് ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഇറങ്ങി വന്നതിനാൽ തിരുമേനി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനത്തിലൂടെ ദാനിയേൽ ജീവിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം നെബൂഖദ്നേസറിൻ്റെ അരമനയിൽ അങ്ങയെ വെളിപ്പെടുത്തിയ ചരിത്രം വായിച്ച് കേൾക്കാൻ ഞങ്ങളെ ഒരുക്കിയതിനാൽ സ്തുതിക്കുന്നു. ഞങ്ങളിലുള്ള, ഞങ്ങളോടുകൂടെയുള്ള ഞങ്ങളുടെ രക്ഷകനെ ഞങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ, ഞങ്ങളുടെ കൊച്ചു ജീവിതത്തിൻ്റെ ശിഷ്ടയായുസ്സിലൂടെ അർത്ഥവത്തായി സംവേദനം ചെയ്യുവാൻ കൃപ തരയണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് ദോഷം നിരൂപിക്കുന്നവരായി ഒരിക്കലും ഞങ്ങൾ തീരല്ലേ കർത്താവേ. അരിയോക്കിനോട് ദാനിയേൽ പറഞ്ഞതുപോലെ മന്ത്രവാദികളെയും ശകുനവാദികളെയും ഒന്നും കൊല്ലരുത്, അവർക്ക് ദോഷം സംഭവിക്കരുത്. അവരുടെയും കൂടെ രക്ഷകനായിട്ടാണ് എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. അതെ, ചുറ്റുപാടുമുള്ള അനേകരുടെ രക്ഷകന്മാരായി സത്യസുവിശേഷത്തിൻ്റെ പരിധിക്കുള്ളിലേക്ക് അവർ പ്രവേശിക്കുവാൻ എന്നാലാവോളം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു ജീവിതത്തിൻ്റെ ശിഷ്ടയായുസ് തൃക്കരത്തിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും അർഹപ്പെട്ട കുഞ്ഞാടിന് യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ.